ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്ട് കുർത്തിയാണ്. ഈ ഒരു കുർത്തി വെച്ചിട്ടാണ് നമ്മൾ ഷോർട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യണത്. ഇതേ അളവിൽ തന്നെയാണ് നമ്മൾ ഷോർട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ. ഇതൊരു പാൻറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പോണത്. ആദ്യം തന്നെ കുർത്തി നമ്മൾ കുറച്ച് തുണി സേവ് ചെയ്തുകൊണ്ടാണ് കട്ട് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുർത്തിയുടെ ഏറ്റവും വീതിയുള്ള ഭാഗം എന്ന് പറയുന്നത് ബോട്ടം പാർട്ടാവും. അവിടുത്തെ വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു 2 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടാണ് തുണി മടക്കി എടുക്കുന്നത്. ശേഷം നമ്മുടെ കുർത്തിയുടെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂടുതൽ ഇടണം. കാരണം 1 ഇഞ്ച് താഴ്ഭാഗം മടക്കി അടിക്കാൻ വേണം, 1/2 ഇഞ്ച് മുകൾ ഭാഗത്ത് ഷോൾഡർ ജോയിൻ ചെയ്യാനും വേണം. അത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് തുണി സേവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ സ്ലീവൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തുണി തികയാണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ തുണി കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുണി ബാക്കി ഉണ്ടാവും. ഇനി നമ്മൾ ആദ്യം തന്നെ ഷോൾഡറാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കുർത്തിയുടെ ഷോൾഡർ വരുന്നത് 13 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 6.5. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് സ്ലീവ് ജോയിൻ ചെയ്യാനുള്ളതും കൂടെ ചേർത്ത് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ആം ഹോൾ നമുക്ക് കിട്ടണത് 6.5ആണ്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം സ്കെയിൽ വെച്ചിട്ട് നീട്ടി ഒരു ലൈൻ വരച്ചിടുക. ഇനി നമ്മൾ നോക്കുന്നത് ചെസ്റ്റാണ്. ഈ കുർത്തിയുടെ ചെസ്റ്റ് വരുന്നത് 34 ഇഞ്ചാണ്. ഇപ്പോൾ നമ്മൾ 4ആയി മടക്കിയിട്ടിട്ടല്ലേ തുണിയിൽ മാർക്ക് ചെയ്യണത്. അതുകൊണ്ട് അതിൻ്റെ 4-ൽ-1 ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. ഇപ്പോൾ 8 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ വേസ്റ്റ് അല്ലെങ്കിൽ ഷേപ്പ് ലെങ്ത്ത് ആണ് മാർക്ക് ചെയ്യാൻ പോണത്. ഈ ഒരു കുർത്തിയുടെ ഏറ്റവും വിഡ്ത്ത് കുറഞ്ഞ ഭാഗം, അതായത് ഏറ്റവും ഷേപ്പുള്ള ഭാഗം എവിടെയാണോ അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതുവരെയുള്ള ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യാണ്. ഇതിപ്പോൾ 12.5 ഇഞ്ചാണ് കിട്ടണത്. പക്ഷേ ഷോൾഡർ തയ്ക്കാൻ ഒരു 1/2 ഇഞ്ച് പോണ കാരണം ഞാൻ 13 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യണത്. ഇനി വേസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 30 ഇഞ്ചാണ്. അതിൻ്റെ 4-ൽ-1 ഭാഗം എന്ന് പറയുന്നത് 7.5 ഇഞ്ചാണ്. നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ 15 കിട്ടുന്നുണ്ട്. അതിൻ്റെ 2-ൽ-1 ഭാഗം കണ്ടിട്ട് അത് അങ്ങനെ മാർക്ക് ചെയ്താലും മതി. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് വരുന്നത് ഹിപ്പ് അല്ലെങ്കിൽ സ്ലിറ്റാണ്. നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗം എവിടെയാണോ അവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ വരെയുള്ള ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക. ശേഷം അതിൻ്റെ കൂടെ നമ്മളൊരു 1/2 ഇഞ്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ചാണ്. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ 1/2 ഇഞ്ച് കുറവ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കണത്. ഇനി അവിടുത്തെ വിഡ്ത്ത് എത്രയാണോ നോക്കുക. ഇവിടെ 33 ഇഞ്ചാണ്. അതിൻ്റെ ഒരു 4-ൽ-1 ഭാഗം എന്ന് പറയുന്നത് 8.25 ഇഞ്ചാണ്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം സ്ലിറ്റ് വരുന്ന ഭാഗത്ത് എപ്പോഴും നമ്മൾ 1 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് കൊടുക്കാൻ പാടുള്ളൂ. 1 ഇഞ്ചിലും കൂടുതൽ കൊടുത്താൽ നമ്മുടെ സ്ലിറ്റ് ആകെ പിരിഞ്ഞിട്ടൊക്കെ അടിക്കുമ്പോൾ വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് സ്ലിറ്റിൻ്റെ അവിടെ മുതൽ താഴ്ഭാഗം വരെ നമ്മൾ 1 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് കൊടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ബോട്ടം പാർട്ടിൻ്റെ വീതി ഞാനിപ്പോൾ ഹിപ്പിനേക്കാളും ഒരു 1/2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഷോർട്ട് കുർത്തി ആയതുകൊണ്ട്
ഹിപ്പിൻ്റെ സെയിം അളവ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാവും നല്ലത്. പിന്നെ താഴ്ഭാഗത്തുനിന്ന് 1 ഇഞ്ച് കയറ്റിയിട്ട് ഒരു കർവ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്നില്ല, ലോങ് കുർത്തിയൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ ആവശ്യം വരുള്ളൂ. ഇതിപ്പോൾ ചെറിയതാവുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ശേഷം നമ്മൾ നെക്ക് വിഡ്ത്ത് കാണുകയാണ്. ഈ നെക്കിൻ്റെ അകലം വരുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ചിൻ്റെ പകുതി വരുന്നത് 3.5 ആണ്. പക്ഷെ നമ്മളിവിടെ 3 ഇഞ്ചാണ് കൊടുക്കണുള്ളൂ. കാരണം 1/2 ഇഞ്ച് നമ്മൾ നെക്ക് അടിച്ച് വരുമ്പോൾ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റ് നമുക്ക് 3.5 ഇഞ്ച് കിട്ടും. വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 5.5 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഷോൾഡർ അടിക്കാനുള്ള ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷമാണ് നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം കൈക്കുഴി അവിടെ നിന്ന് 1 ഇഞ്ച് ആ കോർണറിൽ നിന്ന് കൊടുത്തിട്ടാണ് നമ്മൾ കൈക്കുഴി വരച്ചെടുക്കുന്നത്. ശേഷം നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകളൊക്കെ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അത് 4 ഇഞ്ചാണ് വരുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ ഞാനിപ്പോൾ കൈക്കുഴി കുഴിച്ച് വെട്ടണമൊന്നുമില്ല. ഇത് 1 ഇഞ്ച് അകലം കൊടുത്തിട്ട് കൈക്കുഴി ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ മാർക്കിങ്ങും കട്ടിങ്ങും കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സ്ലിറ്റിൻ്റെ പോയിന്റും സ്ലീവും ബോഡി പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്യണ പോയിന്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് വെട്ടുമ്പോൾ ബാക്ക് നെക്ക് വെട്ടാൻ വേണ്ടിയിട്ട് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ടിട്ട് വെട്ടുകയാണ്. ഫ്രണ്ട് നെക്ക് വെട്ടാൻ ഒരു പീസ് മാത്രം എടുത്തിട്ടാണ് വെട്ടണത്. രണ്ടും കൂടെ വെട്ടിപ്പോവരുത്. ഇനി നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് ഞാനിത് തുണി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ഭാഗമായിട്ട് മടക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ 4 പീസായിട്ടാണ് വരിക. ക്ലോസ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് വരണം. ശേഷം നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കുക. ഇവിടെ 13.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടുതൽ വേണം. സ്ലീവ് മടക്കി ഇതാക്കി 1 ഇഞ്ചും സ്ലീവും ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ചും വേണം. അങ്ങനെ 15 ഇഞ്ചിലാണ് ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണത്. സ്ലീവിൻ്റെ വിഡ്ത്ത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബോഡി പാർട്ടിലെ ആം ഹോൾ എത്രയാണോ ഉള്ളത് അതൊന്ന് അളന്നെടുത്തതിന് ശേഷം അതിൽ നിന്നും 1 ഇഞ്ച് കുറവ് എടുത്തിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ലെങ്ത്തിലുള്ള സ്ലീവ് കിട്ടുള്ളൂ. ബോഡി പാർട്ടിൻ്റെ സ്ലീവിൻ്റെ ജോയിൻ ചെയ്ത് വരുന്ന ഭാഗം കറക്റ്റായി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യണത്. ശേഷം നമ്മൾ മുകൾ ഭാഗത്തുനിന്ന് ഒരു 3 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുക. പിന്നെ കോർണറിൽ നിന്ന് 1 ഇഞ്ച് വിട്ടതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു പോയിന്റും 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും നമ്മൾ ചേർത്ത് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു കർവ് ഷേപ്പിൽ മുകളിൽ നിന്ന് ഈ ഒരു ഷേപ്പ് കൊടുക്കുക. സെയിം തന്നെ താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്കും കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് പാർട്ടിൽ വിഡ്ത്ത് നോക്കുക. 5 ഇഞ്ചാണ് ഇവിടെ. അതും ഈ ഒരു പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്യുക. 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും ചേർത്ത് കൊടുക്കുക. സ്ലീവിൻ്റെ ഒക്കെ ഒറ്റയ്ക്കായിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇത് ലോങ് വീഡിയോ ആവുകൊണ്ട് ഒന്ന് ഷോർട്ടാക്കിയിട്ട് ഇടുകയാണേ. ഇനി സെൻട്രൽ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ്. ഇനി നമുക്ക് നെക്ക് ഇപ്പോൾ ക്യാൻവാസിലൊന്നല്ല നമ്മൾ തയ്ക്കുന്നത്, സിമ്പിളായിട്ട് ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് തയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത്
ഒരു ക്ലോത്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ നെക്ക് അതിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് വീതിയിലാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് 1.5 ഇഞ്ച് ആണെങ്കിലും മതിയാവും. എന്നിട്ട് ആ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കുകയാണ്. സെയിം മെത്തേഡിൽ തന്നെ ബാക്ക് പാർട്ട് നമ്മൾ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ചിങ്ങിൽ നെക്ക് ഫിനിഷ് ചെയ്യാനാണ് പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്ലോത്തിൻ്റെ സൈഡ് ഭാഗം 1/2 ഇഞ്ചിലാണ് ഞാനിപ്പോൾ ഇവിടെ മടക്കി തയ്ക്കുന്നത്. അത് പതുക്കെ ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് തയ്ച്ചു കൊടുത്താൽ മതി. നെക്കൊക്കെ തയ്ക്കുമ്പോൾ എപ്പോഴും സ്പീഡ് കുറച്ചിട്ട് തയ്ക്കുമ്പോഴാണ് ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. നമ്മളിത് ഫുള്ളായിട്ട് 1/2 ഇഞ്ചിൽ തന്നെ മടക്കി തയ്ച്ചു പോരുകയാണ്. ശേഷം ഇതിൻ്റെ നല്ല ഭാഗത്തേക്ക് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോവാണ്ടിരിക്കാൻ. ശേഷം നമ്മൾ നെക്കിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് എടുത്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ എപ്പോഴും വരച്ചു കൊടുത്തിട്ട് അതിലൂടെ അടിച്ചെടുക്കുമ്പോഴാവും നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കുക. 1/2 ഇഞ്ച് കറക്റ്റ് എടുത്തിട്ടാണ് ഞാനിവിടെ അടിക്കണത്. ശേഷം അതിൻ്റെ ഉൾഭാഗത്തെ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഒരു ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ആ ത്രെഡ് കട്ടാവാതെ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ വെച്ചടിച്ച ക്ലോത്തിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത തുണിയും കൂടെ വെച്ചിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കുകയാണ്. ക്ലോത്തിൻ്റെ നല്ല ഭാഗത്തല്ല നമ്മൾ അടിക്കണത്. ഇപ്പോൾ നമ്മൾ നെക്ക് അടിച്ച് മറിക്കാൻ വെച്ച തുണിയിലേക്കാണ് അടിക്കുന്നത്. ശേഷം നമ്മൾ നെക്ക് മറിച്ചിടുമ്പോൾ ഇത് ഇങ്ങനെ കിട്ടും. അതിനുശേഷം ഞാൻ ഒരു 1/2 ഇഞ്ച് വീതിയിൽ തന്നെ നെക്കൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്ലോത്ത് ഹെമ്മിങ് ചെയ്തിട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ വൃത്തി ഉണ്ടാവും. അപ്പോൾ പുറത്തേക്കൊന്നും കാണില്ലല്ലോ. ഇത് അടിപ്പാവുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ കാണാം. ശേഷം ഇനി ബാക്ക് പാർട്ട് ഇതേപോലെ അടിച്ചെടുത്തു. ഇനി അതിനുശേഷം ബാക്ക് പാർട്ടിൻ്റെ നല്ല ഭാഗത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ഇത് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഷോൾഡർ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണില്ല. നല്ല വൃത്തിയിൽ നമുക്ക് അടിച്ചെടുക്കാം. ഇതേ രീതിയിൽ 2 നെക്കും രണ്ട് ഷോൾഡറും നമ്മൾ അടിച്ചെടുക്കുകയാണ്. അതിനുശേഷം ബാക്ക് പാർട്ടിലും ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നെക്കൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ നെക്കൊക്കെ ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്ലീവിൻ്റെ അടിഭാഗം 1/2 ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്ത ഈ പോയിന്റിലേക്ക് സ്ലീവിൻ്റെ സെൻട്രൽ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തായിരുന്നു. ആ ഒരു പോയിന്റ് ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് കെട്ടിട്ടതിന് ശേഷം വളരെ സാവകാശം അടിച്ചു കൊണ്ടുവരികയാണ്. ഒരിക്കലും സ്ലീവ് പിടിച്ച് വലിച്ചിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മളിങ്ങനെ വലിച്ചിട്ടൊക്കെ അടിക്കുകയാണെങ്കിൽ സ്ലീവും ബോഡി പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ വ്യത്യാസം വരും. ഇത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ അടിച്ചെടുത്ത് നമുക്ക് കറക്റ്റായിട്ട് സ്ലീവ് ജോയിൻ ചെയ്യാൻ പറ്റും. അതിനുശേഷം വീണ്ടും സെൻട്രൽ പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ഇതേ രീതിയിൽ തന്നെ അടിച്ചെടുക്കുകയാണ്. ഇവിടെ കണ്ടോ, നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്ലീവ് ഇതേ കറക്റ്റ് ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മറ്റേ സ്ലീവ് ഇതേപോലെ അടിച്ചെടുക്കുക. പിന്നെ നമ്മൾ 1 ഇഞ്ചാണ് സ്ലീവിന് തയ്യൽ തുമ്പ് ഇട്ടുണ്ടായിരുന്നത്. ബോഡി പാർട്ടിൽ 1.5 ഇഞ്ചും അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. സ്ലിറ്റിൻ്റെ അവിടെ എപ്പോഴും 1 ഇഞ്ച് മാത്രമേ ഇടാൻ പാടുള്ളൂ. അത് നമ്മൾ വരച്ചതിന് ശേഷം ബിഗിനറൊക്കെ ആകുമ്പോൾ ഒന്ന് വരച്ചതിന് ശേഷം ഇത് ഇങ്ങനെ
ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ ഒന്ന് കെട്ടിട്ടിട്ട് നിർത്തുക. ശേഷം നമ്മൾ സ്ലിറ്റ് 1 ഇഞ്ചായിരുന്നു സ്ലിറ്റ് മടക്കി അടിക്കാൻ വിട്ടുണ്ടായിരുന്നു, അതൊന്ന് അവിടെ മാർക്ക് ചെയ്തിട്ട്, ബിഗിനേഴ്സ് ആവുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടുള്ളൂ. നമുക്ക് പരിചയമായ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കത് കറക്റ്റായിട്ട് വന്നോളും. ഇതിപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് നീളനെ മാർക്ക് ചെയ്ത് കാണിക്കുകയാണ്. ശേഷം അര ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ സ്ലിറ്റ് അടിച്ചെടുക്കുകയാണ്. നമ്മളിവിടെ ബോട്ടം പാർട്ട് കുറേ വീഴ്ത്തി കൂടിയാലൊക്കെയാണ് നമുക്ക് സ്ലിറ്റ് അടിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരിക. ഹിപ്പിൻ്റെ അതേ ഷേപ്പൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് നമ്മൾ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്ന ആ ഭാഗം വരുമ്പോൾ ഒരു 2 പോയിന്റ് മുകളിലേക്ക് ഒന്ന് കയറ്റിയിട്ട് വേണം ഈ ഒരു ഷേപ്പിൽ സൂചി കുത്തി നിർത്തിയിട്ട് നേരെ അപ്പുറത്തെ ഭാഗത്തുനിന്ന് താഴോട്ട് അടിച്ചു പോരുക. സ്ലിറ്റ് അടിക്കണതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ അത് മാത്രമായിട്ട് ചെയ്യാം കേട്ടോ, അപ്പോൾ കറക്റ്റാവും. ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ഇടുന്ന കാരണം എനിക്ക് ലെങ്ത്ത് കൂടിയ പ്രശ്നം ഉണ്ടോ എന്നൊക്കെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഷോർട്ടാക്കിയിട്ട് ഇടുന്നത്. ശേഷം നമ്മളത് അടിഭാഗം കൂടെ അരയിഞ്ച് വെച്ചിട്ട് മടക്കി അടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുർത്തിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.